Welcome back to Amrithveni Live Speed Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Judges, നമുക്ക് കുറച്ച് ഫീൽ ഗുഡ് പരിപാടിയിലേക്ക് പോവാം. സഞ്ജയ് കുട്ടൻ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വെൽക്കം സഞ്ജയ്. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി ആ ആ ആ രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി നാരില്ല കോലായിൽ പൂവേളി പുൽപായിൽ നവമി നിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപതീർത്ഥമായി നീ നിറഞ്ഞു രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി പാടിരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയാ പാടിരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി നോവുകൾ മാറാല മനസ്സിൻ്റെ നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ മച്ചിലെ ശ്രീദേവിയായി മംഗലപ്പാലയിൽ മലർക്കൂടമായി മണിനാഗക്കാവിലെ മൺവിളക്കായി രാത്തിങ്കൾ പൂത്താലി ചാർത്തി കാവടിയാടുമീ കൺതടവും നിന്റെ കസ്തൂരി ചോരുമീ കവിളിണയും കാവടിയാടുമീ കൺതടവും നിന്റെ കസ്തൂരി ചോരുമീ കവിളിണയും മാറിലെ മാലേയ മധുചന്ദ്രനും മാറിലെ മാലേയ മധുചന്ദ്രനും നിന്നെ മറ്റൊരു ശ്രീലക്ഷ്മിയാക്കി താമരപ്പൂവിതൾ നീ തൊടുമ്പോൾ
മനമിൻ സ്വപ്നവും പനിത്തങ്കമായി. രാത്തിങ്കൾ പൂത്താലി ചാത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. നാരില്ല കോലായിൽ പൂവേളി പുൽപ്പായിൽ നവമി നിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപതീർത്ഥമായി നീ നിറഞ്ഞു. ഗുഡ് 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 ഗുഡ്. സഞ്ജയ് ഇരുന്നൊക്കെ പാടിയിട്ട് എങ്ങനെയുണ്ട് സഞ്ജയ്? നല്ല സുഖമുണ്ട്. ആണോ? ഇതാണോ നല്ലത്? ഇരുന്ന് പാടുന്നതാണോ നിന്ന് പാടുന്നതാണോ? അത് ഇന്ന് പാടുന്നതാ. ആണ്. ഇവൻ തന്നെ രണ്ടും പറയുന്നു സാർ. നീ പറഞ്ഞോ നിനക്ക് ഇനി മുതൽ ഇരുന്ന് പാടണോ നിന്ന് പാടണോ? നിന്ന് പാടിയാ മതി. നിന്ന് പാടിയാ മതിയോ? ഓക്കെ, ചോദിച്ചു വെക്കാം. ശരത് സാർ. സഞ്ജയ് സാറേ, ഇരുന്ന് പാടുമ്പോ അതിനൊരു സുഖമില്ല, കുറച്ചും കൂടെ റിലാക്സ്ഡ് അല്ലേ? ഞാൻ നിന്ന് പാടി ശീലമുള്ളത് കൊണ്ട് എനിക്ക് നിന്ന് പാടിയാ ചിലത് നമുക്ക് അങ്ങനെ നിന്ന് പാടുമ്പോഴാണ് അതിനൊരു വൈബ് ഉണ്ടാവുന്നത്. എന്തൊക്കെയാലും ഇരുന്നും പാടാൻ രസമല്ലേ സാറേ. പക്ഷെ മോനെ നന്നായിട്ട് പാടിയടാ കേട്ടോ, നന്നായിട്ട് പാടി നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് ആകെ വീഴുമി ആണ് വീണത്. നമുക്കത് കൃത്യമാക്കിയാലോ? പാടിരുൾ വീഴുമീ നാലു കെട്ടിൽ. അടുത്തത് പാടും. പാടിരുൾ വീഴുമീ മീ വീഴുമീ അതൊന്ന് സുഖമായിട്ട് വന്നാൽ മതി, അതേ ഉള്ളു മോനെ. പിന്നെ ഈ ലോ പോർഷനില്ലേ ഇപ്പൊ അനുപല്ലവി പാടി നിർത്തുന്ന മണിനാഗക്കാവിലെ, അതൊന്ന് പാടാമോ? മണിനാഗക്കാവിലെ മൺവിളക്കായി മൺവിളക്കായി. അതൊക്കെ ഒന്ന് കുറച്ചും കൂടെ ക്ലാരിറ്റി കേട്ടാ മതി. നീ കൊച്ചല്ലേ, ഇപ്പൊ എത്രയായി വയസ്സ്? 18. പിഞ്ച് പൈതൽ. നിനക്ക് ഇത്രയെങ്കിലും നീ പാടിയല്ലേ ഈ വയസ്സില്. ഓ, സമ്മതിക്കണോടാ, സമ്മതിക്കണം മോനെ. അതേ ഉള്ളടാ, ബാക്കിയൊക്കെ മനോഹരമായിട്ട് തന്നെ പാടി. കാരണം നല്ലൊരു പാട്ടുകാരനാണ് നീ, അതിലൊരു ഡൗട്ടും ഇല്ല കേട്ടോ. അത്രേ ഉള്ളു സഞ്ജയ്. എടാ സഞ്ജയ് ഉഗ്രനായിട്ട് പാടടാ. ഇപ്പൊ എങ്ങനെ ഈ സ്പീച്ച് തെറാപ്പി അങ്ങനെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടോ? അങ്ങനെയല്ല, മാക്സിമം ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള പ്രാക്ടീസ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെയ്യാറുണ്ട്. അത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, നമുക്കൊരു 22 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് എന്തായിരിക്കും ബേസ് എന്നുള്ളത്. അപ്പൊ ആ ബേസിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ലാരിറ്റി എന്ന് പറയുന്നത്. കാരണം പ്ലേ ബാക്കിന് നമുക്ക് എന്തായാലും ആ ഒരു ക്ലാരിറ്റി കൊണ്ട്, അപ്പൊ ആ ഒരു ട്രെയിനിങ് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വാക്കുകളുടെ ക്ലാരിറ്റി കൊണ്ട് അത് ഈസിലി നടക്കുന്നൊരു കാര്യമാണ്. നമുക്ക് കണ്ടിന്യൂസ് ആ ഒരു ഡെഡിക്കേഷൻ വേണമെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ വീഴുമി അവിടെയാണ് വീണത്. പിന്നെ കാവടി ആടുമി അവിടെയും ചെറിയൊരു സ്ലിപ്പ് പോലെ. ബാക്കി നന്നായിട്ട് തന്നെ പാടിയിടമേ. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അഗൈൻ ജോൺസൺ മാഷ്, എന്താ പറയാ, ഇപ്പോഴും ടൈംലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ട്. ഇതൊക്കെ എന്താ പറയാ, ഒരു മ്യൂസിക്കിന് ഭയങ്കര ഇന്നസെൻസ് ഉള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഉണ്ടായ കുറേ പാട്ടുകളിലുള്ള ഒരു പാട്ട്. അത്രേ ഉള്ളൂ മോനെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ചേച്ചി. സഞ്ജയ്, ഉഗ്രം പാട്ട്, സോങ് സെലക്ഷൻ കലക്കി, അൺപ്ലഗ്ഡ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മുടെ ഓർക്കസ്ട്രയ്ക്ക് ഒരു വലിയൊരു കയ്യടി. സഞ്ജയ് മനോഹരമായിട്ട് പാടി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് എനിക്ക് തോന്നിയ ഒരു സജഷൻ എന്താന്ന് വെച്ചാൽ, സഞ്ജയ് പാടുമ്പോൾ ഇപ്പം നല്ല ഹെവി ഓർക്കസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഈ ത്രോ നല്ല രസമാണ്. ഈ കൊടുക്കുന്ന ത്രോ ഇങ്ങനെ ഒരു അൺപ്ലഗ്ഡ് സെഷൻ വരുമ്പോൾ അവൻ കുറച്ചുകൂടി ലൗഡായി പോയോ എന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കുറച്ചുകൂടി ഒന്ന് വോയിസിൽ ഒരു സോഫ്റ്റ്നെസ് കൊണ്ടുവരാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഒതുക്കാനല്ല, പക്ഷെ എന്നാലും ആ ഒരു ഹെവി ആയിട്ടുള്ള വോയിസിനെ ഒന്ന് സോഫ്റ്റ് ആക്കി കുറച്ച് ആ ഒരു ഫീല്
കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടി നടത്തണം. അല്ലാതെ മനോഹരമായിട്ട് പാടി പറഞ്ഞ മാതിരി നമ്മുടെ ജോൺസൺ മാഷിയുടെ എത്രയോ മനോഹരമായ പാട്ടുകളുണ്ട്. അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എസ്പെഷ്യലി ഈ പുഴയും കടന്നെന്ന് പറഞ്ഞ ചിത്രത്തിനകത്തുള്ള എല്ലാ പാട്ടുകളും നമുക്കൊക്കെ വളരെ അധികം ഇഷ്ടമാണ്. അതിൽ ഒരു റെയർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ചിത്ര ചേച്ചിയും സുജാ ചേച്ചിയും തമ്മിലുള്ള ഡ്യുവറ്റ്. അപ്പം അങ്ങനെ അതും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയും. അപ്പം എനിക്ക് ഈ ഒരു മൂവി എന്ന് പറയുമ്പോൾ ഇതിലെ എല്ലാ പാട്ടുകളും സൂപ്പറാണ്. ഈ സെലക്ഷന് സഞ്ജയ്ക്ക് ഒരു വലിയൊരു കയ്യടി. നന്നായി പാടി മോനെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. സഞ്ജയ് സാറേ 9.4 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സർ. ചേച്ചി. സഞ്ജയ് മാം 9.3 മാർക്ക്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. ഷാനിക്ക. സഞ്ജയ് സാറേ താങ്ക് യു സാർ. ഓക്കെ, സോ ടോട്ടൽ 18.7. സൂപ്പർ. താങ്ക് യു. സൂപ്പർ സ്റ്റാർ.